എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അസ്ത്രമാണ്. അത് ചേമ്പ് കൊണ്ടുള്ള ഒരു അസ്ത്രമാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ ചെറിയ ചേമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ചേമ്പ് 2 പീസാക്കി ഞാൻ കണ്ടിച്ചിട്ടുള്ളൂ. അത് കഷ്ണങ്ങളാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു 1/2 കിലോ ചേമ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചേമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഈ ചേമ്പ് പാകത്തിന് വെള്ളവും ഉപ്പും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആണ് വേവിച്ചെടുക്കുന്നത്. നമുക്കിതിനി അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനൊരു 1/2 മുറി തേങ്ങയും ഒരു 3 ചുവന്നുള്ളിയും അതുപോലെ 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ച തേങ്ങയാണ് അത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് ചെറിയ തിള വന്ന് തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു 2 മിനിറ്റും കൂടെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയ പുളിയോട് കൂടിയ തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇത് കഴിയുമ്പോൾ ഇതിന് ചെറിയ തിള വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിനി താളിച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിലേക്ക് ഞാൻ കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിക്ക് നല്ല കറിയാണ്, അതുപോലെ തന്നെ ചോറിനും നല്ല കൂട്ടാനാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.